ഇനി എനിക്ക് ആകെ മൊത്തത്തിലൊരു കൺഫ്യൂഷനിലാണ് ഞാൻ. സയനോര വിളിക്കണോ, സയ, എന്താ ഞാൻ വിളിക്കണ്ടത്? എന്നെ സയാന്ന് വിളിച്ചാൽ മതി. സയാന്ന് വിളിച്ചാൽ സയനോരാന്ന് വിളിക്കുമ്പോഴും എന്നെ പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടമുള്ള ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ എന്നെ എപ്പോഴും സായൂന്നോ അല്ലെങ്കിൽ സായാന്നൊക്കെ വിളിക്കും. സയനോരാന്ന് അങ്ങനെ വിളിക്കലില്ല. ഈ സയനോരയുടെ അർത്ഥം എന്താ ശരിക്കും? സയനോരക്ക് അങ്ങനെ പ്രത്യേകിച്ച് വല്ല അർത്ഥമൊന്നുമില്ല. ഓ അതെ. പക്ഷെ സയോനാര എന്ന് പറയുന്നത് ജാപ്പനീസ് ഭാഷയിൽ ഗുഡ് ബൈ എന്നാണ് അർത്ഥം. സയോനാര. അപ്പൊ ഞാൻ മമ്മിയാണ് ഈ പേരിട്ടത്. മമ്മി പറയുന്നത് സയനോര എന്ന് പറഞ്ഞിട്ടൊരു രാജകുമാരിയുടെ പേരാണ്. ഏത് രാജകുമാരി ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. റിസർച്ച് PhD എടുക്കേണ്ടി വരും. അതെ. അപ്പൊ ഞാൻ സയോനാര മാറ്റി സയനോര എന്ന് പറയുമ്പോ ഞാൻ തന്നെ ഇട്ടൊരു മീനിങ് എന്ന് പറയുന്നത് വെൽക്കം എന്നാണ്. സ്വന്തമായിട്ട് ഇട്ടു. ഞാൻ എന്റെ പേരിന് ഒരു അർത്ഥം ഇട്ടു, വെൽക്കം. അപ്പൊ അങ്ങനെ ആയ ഇനിയിപ്പോ ആരോട് തിരുത്തി പറയണ്ടല്ലേ? ഇല്ല നമ്മളിങ്ങനെ ഫിക്സ് ചെയ്യണം. അതെ അതെ. സയനോരയുടെ അർത്ഥം വെൽക്കം. കുഴപ്പമില്ല, നല്ലതാണ്. അപ്പൊ വെൽക്കം. സ്വാസികയുടെ അർത്ഥം എന്താണ്? എന്റെ പേരിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം ഉണ്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അതായത് ഇത് എന്റെ ശരിക്കുള്ള പേരല്ലല്ലോ. എന്റെ ശരിക്കുള്ള പേര് ഇങ്ങനെ പൂജ എന്നാണ്. അപ്പൊ തമിഴ്നാട്ടിൽ ചെന്നപ്പോഴാണ് സ്വാസിക എന്ന് വന്നത്. അപ്പൊ അവര് ശ്വാസം എന്ന് ഉപയോഗിക്കില്ല, ശ്വാസം അതാണ്. അപ്പം മീനിങ് ഇത് തന്നെ. ശ്വാസം എന്നുള്ളതിന്റെ തമിഴാണ് പ്രാണവായു. ഗ്രേറ്റ്. എന്റെ പേരിനൊരു അർത്ഥം തേടി അലയുകയായിരുന്നു ഞാൻ ഇത്ര വർഷം. ഇനി ആര് ചോദിച്ചാലും പറയാലോ എന്റെ പേരിന്റെ അർത്ഥം പ്രാണവായു. അതിനൊരു യഥാർത്ഥ വേണമായിരുന്നു. അതെ അതെ, എനിക്ക് കുറച്ച് അയ്യോ അത് പറ്റില്ല. എല്ലാവർക്കും ആക്ച്വലി സ്വാസിക വേണം. അതെ അതെ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എല്ലാവർക്കും സ്വാസിക വേണം, ഇഷ്ടം പോലെ വേണം. അത് ആക്ച്വലി ഇപ്പൊ കുറച്ച് കുറവാണ്. കാരണം ഞാൻ ഇവിടെ അല്ലേ, റെഡ് കാർപ്പറ്റിലല്ലേ, അതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റുന്നു. എനിവേ, അപ്പൊ അങ്ങനെ നമ്മുടെ രണ്ടുപേരുടെയും പേരിന് നമ്മൾ അർത്ഥം കണ്ടുവച്ചു. ആൻഡ് ഞാൻ സയ എന്ന് വിളിക്കാം. ഓക്കെ. അപ്പോ എനിക്ക് ഇപ്പൊ നമ്മൾ സംസാരിച്ചപ്പോ തോന്നിയ ഒരു കാര്യം ചോദിക്കാൻ തോന്നിയത്, പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലൊരു ഇമേജ് ഉണ്ടാവുമല്ലോ. അതായത് ഭയങ്കര ഫ്രീക്കി ആയിട്ടുള്ള ഒരാളാണ്, ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ മാത്രം ഹാൻഡിൽ ചെയ്യുന്ന. അങ്ങനെ തോന്നും. ഇന്ന് കുറച്ച് ചുരിദാറൊക്കെ ഇട്ടപ്പോ വേറെ പോലെ തോന്നിയെങ്കിൽ നോർമലി അങ്ങനെ തോന്നും. പക്ഷേ നല്ല ശുദ്ധമായ കണ്ണൂർ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ആ ജനിച്ച നാട്, പഠിച്ച അതിന്റെയൊക്കെ ആ ഒരു ഇഷ്ടം ഇപ്പോഴും മനസ്സിലുള്ളതുകൊണ്ടായിരിക്കും ഒരു തരി പോലും ആ സ്ലാങ് മാറാത്തത്. സ്ലാങ് ആക്ച്വലി ഞാൻ ഫീൽഡിലോട്ട് വന്നപ്പം ഇടക്ക് ഈ ഇന്റർവ്യൂസിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പം അനക്ക് അത് ഇഷ്ടമല്ല എന്നെല്ലാം പറയുമ്പോ അവര് എന്തെന്ന് പറയും, എന്ത് പറയുമ്പോ അത് മാറി അനക്ക് മാറി എനിക്ക് എന്നൊക്കെ ആയി കുറച്ച് ഫിൽറ്ററൊക്കെ ഇടാൻ തുടങ്ങി. അപ്പം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡീൻ ഉണ്ട്, അനിൽകുമാർ സാർ. അപ്പൊ മൂപ്പർ ഒരു ദിവസം തന്നെ ഞാനിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ശരിയായ ഭാഷയിലുള്ള ആ വൈദഗ്ധ്യം ഇങ്ങനെ സോറി അത് പറയണ്ട അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം മൂപ്പർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സായ നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, നമ്മുടെ കണ്ണൂർ ആക്സെന്റ് അതിലാണ് ആൾക്കാരെ നിന്നെ സ്നേഹിക്കുന്നത്, അങ്ങനെ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ പാടുമ്പോ പിന്നെ ആ ആക്സെന്റ് വരാതിരിക്കാൻ പരമാവധി കണ്ണൂർ ഭാഷയിൽ. പക്ഷെ ഒരു പാട്ടൊക്കെ നമ്മൾ ഇറക്കി ആക്കിയല്ലോ, അതിന്റെ കാര്യം ചോദിക്കാനാണ്. ഈ സത്യത്തില് ഈ കുടുക്കാച്ചി ബിരിയാണി തന്നെ സാധനം ഈ ലോകത്തുണ്ടോ? അത് നിങ്ങളായിട്ട് ഉണ്ടാക്കിയതാണോ? ഞാൻ എഴുതുമ്പോ ഉണ്ടായിട്ടില്ല, എഴുതി കഴിഞ്ഞിട്ടില്ല. ഇല്ല, ഇപ്പം ദുബായിലെല്ലാം പല സ്ഥലത്തും കുടുക്കാച്ചി ബിരിയാണിയിലും മെനുവില് വന്നിട്ടുണ്ട്. അത് സത്യത്തിൽ എന്താ കൊടുക്കുന്നത്? സത്യം ഞാൻ എഴുതുന്ന സമയത്ത് കുടുക്ക ബിരിയാണിനെ കുടുക്കാച്ചി ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ എഴുതിയതാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് പിന്നെ കണ്ണൂർക്കാരനെ കൊന്ന് കുടുക്കച്ചി ബിരിയാണി അവിടെ കിട്ടില്ലല്ലോ. അത് അന്വേഷണമുള്ള യാത്രയായി. പിന്നെ കുറെ ഫുഡ് ബ്ലോഗേഴ്സിന്റെ ഒക്കെ നമ്മൾ നോക്കുമ്പോ കുടുക്കച്ചി ബിരിയാണി കഴിക്കാൻ ഞങ്ങള് പോവാന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയാണോ കഴിച്ചിട്ടുണ്ടാവും, ബ്ലണ്ടർ അടിച്ചു വിട്ടതാണെങ്കിലും. അതെ. പിന്നെ അതിനുശേഷം നമ്മൾ ആ പാട്ടിന്റെ ഓരോ വരികൾ കേൾക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും ഇതിന്റെ അർത്ഥം? കുഞ്ഞാളാൻ എന്ന് പറഞ്ഞ ആരാണ്? കുഞ്ഞാള എന്ന് പറഞ്ഞാല് നാട്ടിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയില് പെങ്ങളെ ഭർത്താവിനാണ് കുഞ്ഞാളാന്ന് വിളിക്കാം. പിന്നെ മറ്റേ ഇത് ബെങ്കി അതെന്താണ്? ബെങ്കി എന്ന് പറഞ്ഞാല് വേഗം ഇറങ്ങൂ, ചാടുമല്ല അല്ലെ? ഞാൻ വെച്ച് ചാടി പോകും. അല്ലല്ല, അതായത് ഇപ്പൊ നമ്മള് കണ്ണൂർ ബസ് സ്റ്റാൻഡിലെല്ലാം രാവിലെ പോകുമ്പോ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാ ഇത്. ആൾക്കാർ അറിയണ്ട ബെങ്കി പറയുമ്പോ വേഗം ഇറങ്ങ് അടുത്ത ആൾ കയറാൻ വേണ്ടിട്ട് ബെങ്കി. ബൂം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വീഴും. ബൂം എന്ന് പറഞ്ഞാൽ വീഴും, അതാണ് ഉദ്ദേശിച്ചത്. ബെങ്കി ബൂം, അതായത് വേഗം ഇറങ്ങും അല്ലെങ്കിൽ വീഴും. ബെങ്കി ബൂം. അപ്പൊ അത് തമിഴ് പാട്ടില് ബൂം ബൂം ചുക്ക് ബൂം ബൂം അതെന്താണ്? അല്ല, പക്ഷെ എന്താന്ന് വെച്ചാൽ ആ ഒരു വേർഡിൽ ഒരു യൂണിവേഴ്സൽ ടോണും കിട്ടണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ബെങ്കി ബൂം അങ്ങനെ നമ്മള് ആലോചിച്ചിട്ട് ഫിക്സ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എപ്പോ ഞാൻ വിചാരിച്ചില്ല എന്റെ നാടിനെ പറ്റി ഒരു പാട്ട് എന്തായാലും ഇറക്കണം എന്നുള്ളത്. അതെ, അത് ആ നാട്ടിലെല്ലാവർക്കും ഭയങ്കര അഭിമാനമായി കാണുമല്ലോ. ഇപ്പൊ
അങ്ങനെ എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് വന്നോ? അതായത് സൈനോർ ആ പാട്ട് ചെയ്തത് ഭയങ്കര നന്നായി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി ആൾക്കാർ അങ്ങനെ? പറഞ്ഞു, ഒരുപാട് ആൾക്കാർ. എനിക്ക് തോന്നുന്നു കണ്ണൂരുകാർ മാത്രമല്ല, ബാക്കിയുള്ള ആൾക്കാർ കോട്ടയത്തു നിന്നും ട്രിവാൻഡ്രത്തു നിന്നും ആലപ്പുഴയിൽ നിന്നും ഒക്കെ ആൾക്കാർ പറഞ്ഞു നമുക്ക് ഇഷ്ടമാണ്. കാരണം അവർക്ക് കണ്ണൂരുകാർ ഫ്രണ്ട്സ് ഉണ്ടാവും, അതെ അതെ അപ്പൊ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഞാൻ പാടിയത് എന്താണ്, പറയാൻ ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ളത്.